ഈ മുറി ഇപ്പോഴേ എനിക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു. മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല, ഇൻക്ലൂഡിംഗ് യു ആൻഡ് മൈ ചേട്ടൻ. സമ്മതിച്ചു. പക്ഷെ ഇവിടെ താമസിക്കാൻ നിന്നെ കിട്ടോ? ശരിയാ, ഈ വർഷം കൂടി കഴിഞ്ഞാ നീ ഏതെങ്കിലും മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലായിരിക്കും. 5 വർഷത്തെ പഠിപ്പും ഹൗസ് സർജൻസിയും കഴിയുമ്പോ ഏതെങ്കിലും സുന്ദര കുട്ടം വന്ന് നിന്നെ റാഞ്ചി കൊണ്ടുപോകും. എൻട്രൻസിൽ എനിക്ക് റാങ്ക് കിട്ടുമോ ചേച്ചി? കിട്ടും. ഇനി കിട്ടിയില്ലെങ്കിൽ തന്നെ പണം കൊടുത്തെങ്കിലും അഡ്മിഷൻ വാങ്ങിച്ചു തരാമെന്ന് നിന്റെ ചേട്ടന്മാര് പറഞ്ഞിട്ടുണ്ടല്ലോ. മാധവ, നിനക്ക് ഈ പണിയെടുക്കാത്തവന്മാരെ കിട്ടുള്ളൂ. അവന്റെ നിപ്പ് കണ്ടിട്ട്. അയ്യോ അനന്ത, അവരോട് ദേഷ്യപ്പെടരുത്. കരഞ്ഞ് കാല് പിടിച്ചിട്ടാ ഈ പണിക്കാരെ കിട്ടിയത്. ഇന്നത്തെ കാലത്ത് പണിക്കാരെ കിട്ടാൻ പാടാ. ആ, വീട് വിചാരിച്ച പോലെയൊക്കെ തന്നെ ഉണ്ടോ? ചേട്ടാ, ഹാളിലും മോളിലത്തെ എന്റെ മുറിയിലും മക്രാന മാർബിൾ തന്നെ ഇടണം. നല്ല സ്റ്റൈലായിരിക്കും. ശരിയാ. ഏത് ശരി? മെക്രാന മാർബിൾ, വേറൊന്നും വേണ്ടേ? ഒക്കെ ഇവളുടെ ഐഡിയ ആയിരിക്കും അല്ലേ? ആ, വെറുതെ എന്നെ പിടിക്കല്ലേ. വേറെ സിമെന്റ് തറയായാലും എനിക്ക് ധാരാളം. അല്ല, അതിന് വലിയ വിലയൊന്നും ആകത്തില്ല. സ്ക്വയർ ഫീറ്റിന് ഒരു 350-450 അകത്ത് വരും. അത്രേ ഉള്ളൂ. വളരെ ചീപ്പാണല്ലോ. എങ്കിൽ പിന്നെ നമുക്ക് മുറിയിലും വരാന്തയിലും റോട്ടിലും ഒക്കെ മെക്രാന മാർബിൾ ഇടാം. അനന്തൻ ഇപ്പൊ ഇതൊക്കെ പറയും. അവസാനം ഗീത ഉദ്ദേശിച്ചേ നടക്കൂ. അനന്തന് നമുക്കറിയില്ലേ. ആരാ? അനന്തൻ ഡോക്ടർ ഇല്ലേ? ഡോക്ടർ ഹോസ്പിറ്റലിൽ വരും, അവിടെ ചെന്ന് കണ്ടാ മതി. ഡോക്ടറെ കാണാൻ എനിക്ക് അസുഖമൊന്നുമില്ല. ഞാൻ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നാ വരുന്നത്. മനുഷ്യന് എന്താ അസുഖം? ആർക്കും ഒരു അസുഖം ഇല്ലെന്നേ. ചേടാ, ഇതെന്താ പാടാ? അസുഖം ഉണ്ടെങ്കിലേ ഡോക്ടറെ വീട്ടിൽ വരാവുള്ളൂ. പിന്നെ ഇയാൾ ആരാ? എന്തിനാ ഇങ്ങോട്ട് സൈക്കിൾ കെട്ടിയെടുത്തത്? കെട്ടിയെടുത്ത് എന്നെയല്ല, തന്നെയാ. തന്നെ വീട്ടിന് മുമ്പ് കിടന്ന് ബഹളം ഉണ്ടാക്കല്ലോ. ബഹളം ഉണ്ടാക്കുന്നല്ലേ? ഞാനാണോ ഉണ്ടാക്കുന്നത്? ആരാ നിങ്ങള്? ചുമ്മാ ഇരിക്കണം കേട്ടോ. അവിടെ ഒരു സമൻസ് ഉണ്ട്. സമൻസ്? ആ, എന്താ നോട്ടീസിൽ? അന്ന് ട്രാഫിക് ബ്ലോക്കിൽ വെച്ചൊരു DYSP ആയിട്ട് ഒരു ഉടക്കുണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിപ്പോ കേസായി. നിനക്കിത് നിസാരം. സംഗതി പോലീസ് കേസാ. ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് ഞങ്ങളൊന്നും പറയായിരുന്നില്ലേ? അതിന് തക്കതായ ഒന്നും ഉണ്ടായില്ലല്ലോ. എന്നിട്ടാണോ DYSP നിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്? നഗ്നമായ ഒരു അനീതി നേരിൽ കാണാൻ ഇടവന്നുകൊണ്ട് ഞാൻ പ്രതികരിച്ചു എന്നുള്ളത് സത്യം. അതും എനിക്ക് വേണ്ടിയല്ല, ഒരു പേഷ്യന്റിന് വേണ്ടി. ഊർധ്വശ്വാസം വലിച്ചുകൊണ്ടിരുന്ന ഒരു പേഷ്യന്റിന് നടുറോട്ടിലിട്ട് അമ്മാനമാടുന്നത് കണ്ടാൽ പോലീസിനോടൊന്നല്ല മന്ത്രിയോടായാലും നട്ടിലുള്ള ആണുങ്ങൾ പ്രതികരിച്ചു പോകും. നമുക്കില്ലേ ഒരു ഐഡന്റിറ്റി, ഒരു യൂണിഫോം, അതിനൊരു വിലയില്ലേ? സമ്മതിച്ചു. നീ പറയുന്നത് മുഴുവൻ സമ്മതിച്ചു. എന്ന് വെച്ച് പബ്ലിക്കായി ഒരു പോലീസ് ഓഫീസറെ ഇൻസൾട്ട് ചെയ്താൽ? I beg to differ. It was not an insult. It was human and natural. അതിന്റെ മെറിറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇനി ആ പ്രശ്നം എന്തോ ആയിക്കോട്ടെ, ഒരു കോംപ്രമൈസ് കൊണ്ട് എന്താ തകരാറ്? എന്തിന്? അയാളുടെ വിദ്വേഷം ഒഴിവാക്കാൻ, അത്ര തന്നെ. അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്ത് ചെയ്യാൻ കഴിയില്ല. ഈ ടൗണിന്റെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു സീനിയർ ഓഫീസർക്ക് എന്തും ചെയ്യാൻ കഴിയും. 1000 പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതിനൊക്കെ നമുക്ക് സമാധാനം പറയാൻ പറ്റൂ. ബഹുമാനമാവാം. പക്ഷേ കാക്കിന്ന് കേൾക്കുമ്പോൾ സ്വയം വിധേയത്വം തോന്നുന്ന ഈ പൈങ്കിളി മനോഭാവം ചേട്ടനെ പോലും സർജന് യോജിക്കില്ല. പ്ലീസ്. എടാ, എനിക്ക് വേണ്ടിയെങ്കിലും നിനക്കൊന്ന് സമ്മതിച്ചൂടെ? ഞാൻ കോംപ്രമൈസ് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതിന് ഞാൻ സമ്മതിക്കുന്നത് തന്നെ ഈ പിള്ളയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഓൺ ഡ്യൂട്ടിയിൽ യൂണിഫോം ഇട്ട ഒരു പോലീസ് ഓഫീസറുടെ നേർക്ക് പൊന്തി അവന്റെ നാവ് പിന്നെ ഒരുത്തന്റെ നേർക്ക് പൊന്തില്ല. അതിനുള്ള വഴി എനിക്കറിയാം. എന്തോ കണ്ടീഷൻ ഉണ്ടെന്ന് സാറ് പറഞ്ഞല്ലോ. അവൻ എന്നോട് കാണിച്ച ധിക്കാരത്തിന് പിഴ കൊടുക്കണം. നടു റോട്ടിൽ വെച്ച് എന്നെ പരസ്യമായി ആക്ഷേപിച്ചതിന് എന്റെ ഓഫീസിൽ വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ എന്നോട് മാപ്പ് പറയണം. അത്രേ ഉള്ളൂ. പിഴാന്ന് കേട്ടപ്പോ ഞാൻ എന്ത് പറയുന്നു ഡോക്ടർ നന്ദകുമാർ? അല്ല സാർ, അത് വേണ്ട. ഇതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസും എന്നെ കിട്ടില്ല. തയ്യാറാണെങ്കിൽ വിവരം അറിയിച്ചാൽ മതി. എന്നാ പോയിക്കോളൂ, എനിക്ക് അല്പം ധൃതിയുണ്ട്. വരട്ടെ. അനിയന് ഭാഗ്യമുണ്ട്. ഇത് ഇത്ര എളുപ്പത്തിൽ തീരുമെന്ന് ഞാൻ കരുതിയില്ല. അല്ല, പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു കാര്യം സാധിച്ചെടുക്കാന്ന് വെച്ചാൽ അല്പം ബുദ്ധിമുട്ടാ. പിഴയെന്ന് കേട്ടപ്പോ ഞാനൊന്ന് ഞെട്ടി. 1000 ലക്ഷമൊക്കെ അവരെ പെറ്റിക്കേസിന് വാങ്ങുന്നേ. ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പൈസയുടെ കാര്യമൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ അനന്തന് ഇതിന് സമ്മതിക്കുമെന്ന് എന്റെ സംശയം. സമ്മതിച്ചില്ലെങ്കിൽ അയാളുടെ പാട്ടിന് പോട്ടറിയാ. ഒരു മാപ്പ് പറയാൻ പറ്റില്ലെങ്കിൽ അവൻ അനുഭവിക്കട്ടെ. ഞാൻ അനുഭവിച്ചോളാം. ഇത് കോംപ്രമൈസ് അല്ല, കീഴടങ്ങലാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ചെന്ന് മാപ്പ് പറയുക. തെറ്റ് ചെയ്തവൻ യോഗ്യനായിട്ട് അതൊന്ന് കേൾക്കുക. ഒരു അംശം തെറ്റെന്റെ ഭാഗത്തുണ്ടെങ്കിൽ പറ. ഏത് ചെറ്റയുടെ കാലം വേണമെങ്കിലും ഞാൻ പിടിക്കാം. നീ പറയുന്നതൊക്കെ ശരിയാ, ഞാനും സമ്മതിച്ചു. പക്ഷേ നമുക്ക് കേസും വഴക്കുമില്ലാതെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം അവസാനിപ്പിച്ചേ പറ്റൂ. ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഞാനാ.
അത് ഞാൻ തന്നെ തീർത്തോളാം. ചേട്ടൻ ഇതിനെ പറ്റി വരി ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അനന്തൻ ഇതിന് സമ്മതിക്കില്ല എന്ന്. ചിലരുടെ തലയിലെടുത്ത് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. ആഴി എണ്ണുമ്പോ പഠിച്ചോളും. വിശ്വം വേണ്ട. ശരി ശരി, മനസ്സിലായി. ഉവന്നേ, മനസ്സിലായി. ഓക്കെ, വെക്കട്ടെ. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്താ പറഞ്ഞത്? കേസിന്റെ അവസാനം പ്രതിയെ ശിക്ഷിക്കാതെ വിടുമായിരിക്കും. പക്ഷേ അതിനു മുമ്പ് ഇയാളെ ശരിക്കും വെള്ളം കുടിപ്പിക്കുമെന്നാ PP പറയുന്നത്. കാരണം അത്രയ്ക്ക് പകയുണ്ട് ഡിവൈഎസ്പിക്ക് ഇയാളോട്. അയാൾക്ക് പകയുണ്ടെന്ന് കരുതി ജീവപര്യന്തം ശിക്ഷിപ്പിക്കാനൊന്നും കഴിയില്ലല്ലോ. അതിന് കഴിയില്ല, പക്ഷെ നന്നായി വേദനിപ്പിക്കാം, ശാരീരികമായും മാനസികമായും. മനസ്സിലായില്ല? പോലീസ് കേസല്ലേ, പോയിന്റ്സ് പലതും കാണും. അല്ലെങ്കിൽ അവരുണ്ടാക്കും. വധഭീഷണി, തീവ്രവാദികളുമായി ഇയാൾക്ക് ബന്ധമുണ്ട്, അങ്ങനെ പലതും. ഇതിൽ നിന്ന് ഊരാൻ വക്കീൽ സാറേനെ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ? ആ, വളരെ ബുദ്ധിമുട്ടുള്ള കേസായിരുന്നു. നല്ലപോലെ പഠിച്ചു വാദിക്കണം. ഒരു 25,000 എങ്കിലും ഫീസ് വേണം. വക്കീല് വാല് പോക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എങ്ങോട്ടുള്ള പോക്കായിരിക്കും. അങ്ങനെ 25,000 30,000 തന്ന് ഈ കേസ് നിങ്ങളെ കൊണ്ട് നടത്തിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെ വർഗത്തിലുണ്ട് ഇങ്ങനെ ചിലര്, വെറും ഗ്യാസിന് ഹാർട്ട് അറ്റാക്ക് ആക്കി മാറ്റുന്നവര്, കാശ് വിടുങ്ങാൻ. അതുപോലെ ഇതും ഒരു സില്ലി കേസിനെ ഊതി വീർപ്പിച്ച് പേടിപ്പിച്ചാലൊന്നും ഞാൻ പേടിക്കില്ല വക്കീൽ സാറേ. വെരി വെരി VIP, വധഭീഷണി, ഗൂഢാലോചന, ഒരു പബ്ലിക് നോയിസൻസ് കേസിൽ മാക്സിമം എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ എനിക്കുണ്ട്. ഇത്രയൊക്കെ കഴിവുള്ളവനാണ് താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇങ്ങനെ ഒരു അത്ഭുത കഥാപാത്രത്തെ പരിചയപ്പെടാൻ സാധിച്ചല്ലോ, സന്തോഷം. വാടാ അനന്ത, പോടാ. വക്കീലെ ഒന്നുകൂടെ ഒന്ന് മയത്തി പറഞ്ഞുകൂടായിരുന്നോ? താൻ തന്നെ പാട് നോക്കി പോടോ. ചുമ്മാ അല്ല, താൻ കേസുള്ളത് മതിയോടോ. ഇവിടെ വന്ന് എന്നാ പറഞ്ഞാ മതിയല്ലോ. ബ്ലഡി ഫൂൾ. ഇയാള് മഹാകന്യ. നമുക്ക് വേറെ ഏതെങ്കിലും വക്കീലിനെ കണ്ടാലോ? ഞാനൊരു വക്കീലിനെ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്തിനുള്ള പുറപ്പാടാ? മിലോഡ്, ഒന്നിലേറെ തവണ വധശ്രമത്തിൽ നിന്നും അത്ഭുതകരമാവണ്ണം രക്ഷപ്പെട്ട VVIPക്ക് നേരെ വധശ്രമം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. VIPകൾക്കും VVIPകൾക്കും കർശനമായി സെക്യൂരിറ്റി നൽകണമെന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശമാണ്. VIP മൂവ്മെന്റിന് മാർഗതടസ്സം സൃഷ്ടിക്കുവാൻ പ്രതി മനഃപൂർവ്വം ശ്രമിച്ചതിന്റെയും കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന്റെയും പിന്നിൽ എന്തോ ഗൂഢാലോചനയുള്ളതായി പ്രോസിക്യൂഷൻ സംശയിക്കുന്നു. മേൽപ്പറഞ്ഞ സംശയങ്ങൾ ദൂരീകരിക്കാനും ചോദ്യം ചെയ്യാനുമായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുതരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൗൺസിൽ ഞാൻ തന്നെയാണ് സർ, അതിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഫീസ് കൊടുത്തൊരു വക്കീലിനെ വെക്കാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ടിലാണോ ഡോക്ടർ അനന്തൻ? അതല്ല സർ, 2-3 രൂപ കൊടുത്താൽ കിട്ടുന്ന സാധനങ്ങൾക്ക് പെട്ടെന്ന് 25-30 ഒക്കെ വില പറഞ്ഞാൽ അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിവേ, ദാറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്. യു മേ പ്രൊസീഡ്. സർ, മുൻപരിചയമില്ലാത്തതുകൊണ്ട് കോടതി നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നുപോയാൽ ക്ഷമിക്കാൻ അപേക്ഷ. ഒരു വാണിങ്ങോ ചെറിയ പെനാൽറ്റിയോ കൊണ്ട് തീർക്കാവുന്ന ഒരു പെറ്റി കേസ് ഇപ്പോ ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന ഒരു കേസാക്കി മാറ്റിയിരിക്കാം. അതുകൊണ്ട് ഈ കേസ് ചാർജ് ചെയ്ത ഉദ്യോഗസ്ഥനോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. പെർമിഷൻ ഗ്രാൻഡഡ്. VIP മൂവ്മെന്റിന് ഞാൻ മനഃപൂർവ്വം മാർഗതടസ്സം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഏത് തരത്തിലുള്ള മാർഗതടസ്സമാണ് സൃഷ്ടിച്ചത് ഒന്ന് വ്യക്തമാക്കാമോ? അത് വാഹനം നിങ്ങൾ മുന്നോട്ടെടുക്കുമെന്ന് നിർബന്ധം പിടിച്ചപ്പോ ഞാൻ തടഞ്ഞു. തുടർന്ന് നിങ്ങൾ എന്നെ അസഭ്യം പറഞ്ഞു. ഞാൻ എന്ത് അസഭ്യം പറഞ്ഞു നിങ്ങളെ? തെണ്ടി, പട്ടി, ചെറ്റ എന്നൊക്കെ വിളിച്ചു. പിന്നെ വിളിച്ചു എന്ന് ഇവിടെ പറയാൻ കൊള്ളില്ല. ഈ കേസിൽ എന്നെ ഒരാളെ മാത്രമേ പ്രതിയാക്കിയിട്ടുള്ളൂ.